നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൊൻകുന്നം തോണിപ്പാറയിൽ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ചെന്നാക്കുന്ന് സ്വദേശിനി അനുഷയെ കൊലപ്പെടുത്തി ഭർത്താവ് സാജൻ ആത്മഹത്യ ചെയ്തതായി സൂചന. വിശ്വസിക്കാൻ കഴിയാതെ നാട്. മദ്യനയത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ലഹരി ആഴത്തിലുള്ള ആത്മീയ പ്രതിസന്ധിയാണെന്നും ബിഷപ്പ്. കോട്ടയത്ത് സർക്കാർ ആശുപത്രികളിൽ ഗുരുതര അനാസ്ഥ. മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോട്ടയം സ്വദേശിനി മരിച്ചു. ചികിത്സ തേടിയത് ജില്ലാ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും. കൃത്യമായി രോഗനിർണയം നടത്തിയില്ലെന്ന പരാതിയുമായി കുടുംബം. ഡ്രോൺ പറത്തി കുടുംബശ്രീ ഡ്രോൺ ദീദിമാർ. വേറിട്ട അനുഭവമായി കോട്ടയത്ത് നടന്ന ശില്പശാല. വാർത്തകൾ വിശദമായി. പൊൻകുന്നം തോണിപ്പാറയിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം. പൊൻകുന്നം തോണിപ്പാറയിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാന്നാർ സ്വദേശി സാജൻ മാത്യു, ഭാര്യ അനുഷ എന്നിവരാണ് മരിച്ചത്. ചെന്നാക്കുന്ന് ഈറ്റത്തോട്ട് കറുകൊടിയിൽ എൽസമ്മ തങ്കച്ചൻ ദമ്പതിമാരുടെ മകളാണ് അനുഷ. ഇന്ന് രാവിലെയാണ് ദാരുണമായ സംഭവം പുറം ലോകമറിഞ്ഞത്. പൊൻകുന്നം തോണിപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. ഒരു വീടിന്റെ മുകൾ നിലയിലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അനുഷയെ കൊലപ്പെടുത്തിയ ശേഷം സാജൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ ഇവിടെ താമസത്തിനെത്തിയത്. ദമ്പതിമാർക്കൊപ്പം ഇവരുടെ ഇളയ കുഞ്ഞുമുണ്ടായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വീട്ടുടമ എത്തുകയും ഇവരെ ഇവിടെ താമസത്തിനെത്തിച്ച ആളെയും വിളിച്ചു വരുത്തി ഇരുവരും ചേർന്ന് വീട് തുറന്നപ്പോഴാണ് ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടത്. ഇവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായും അറിയുന്നു. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നം, മണിമല പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി. കാഞ്ഞിരപ്പള്ളി എംഎൽഎ ഡോക്ടർ എൻ ജയരാജ്, വാടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. ഗിരീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാക്കി സജീവ്, ഗൗതം ബാലചന്ദ്രൻ തുടങ്ങിയവർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മദ്യനയത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുകയാണെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ സെന്റ് ജോർജ് ലാലം പുത്തൻപള്ളി ഹാളിൽ മദ്യലഹരി ഞായറിന്റെ ഭാഗമായുള്ള പാലാ രൂപതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ജോസഫ് കല്ലറങ്ങാട്ട്. സർക്കാർ എല്ലാ അതിർവരമ്പുകളും വിട്ട് സംസ്ഥാനത്തുടനീളം മദ്യശാലകൾ യഥേഷ്ടം അനുവദിക്കുകയാണെന്നും ഇത് നാടിന് ഭീഷണിയാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. കേരള കത്തോലിക്ക സഭയുടെ മദ്യ ലഹരി വിരുദ്ധ ഞായറിന്റെ ഭാഗമായി പാലാ രൂപതാ സമ്മേളനം പാലാ ലാലം പുത്തൻപള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. മദ്യം ഒരു പാനീയമല്ല, അത് കുടുംബത്തിന്റെ കണ്ണീരാണ്. ഒട്ടേറെ വീട്ടമ്മമാർ പേടിച്ച് വീട്ടിൽ കഴിയുന്നു. ലഹരി ഒരു സാമൂഹിക പ്രതിസന്ധി മാത്രമല്ല, വളരെ ആഴത്തിലുള്ള ആത്മീയ പ്രതിസന്ധി കൂടിയാണെന്നും ബിഷപ്പ് പറഞ്ഞു. പാനീയമല്ല, സത്യത്തിൽ അത് കുടുംബത്തിൻ്റെ കണ്ണുനീര് തന്നെയാണ്. എത്രയോ അമ്മച്ചിമാർ വീടിനുള്ളിൽ കരഞ്ഞും നിലവിളിച്ചും പേടിച്ചും എല്ലാം കഴിയുന്നു. ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ മദ്യപിച്ചിട്ട് വരുമ്പോൾ ഒരു സ്നേഹ കൂട്ടായിരിക്കേണ്ട ആ വീട് കലാപത്തിൻ്റെ, കൊലപാതകത്തിൻ്റെയൊക്കെ വേദിയായിട്ട് മാറുന്നു എന്ന് നമുക്ക് അറിവുണ്ട്. ലഹരി ഒരു സാമൂഹിക പ്രതിസന്ധി മാത്രമല്ല, വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ പ്രതിസന്ധി കൂടിയാണ്. സംസ്ഥാന സെക്രട്ടറിയും രൂപതാ പ്രസിഡന്റുമായ പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മാൻസി കാപ്പൻ എം.എൽ.എ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കകണ്ടം, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഫാദർ ജോസഫ് തടത്തിൽ, ഫാദർ ജേക്കബ് വെള്ളപരിതിങ്കൽ, ഫാദർ ജോർജ് മൂലച്ചാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. ജില്ലയിലെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളിലുണ്ടായ ഗുരുതരമായ വീഴ്ച മൂലം യുവതി മരിച്ചതായി കുടുംബത്തിന്റെ പരാതി. കോട്ടയം സ്വദേശിനി സിന്ധു ഷാജിയാണ് ഗുരുതര രോഗമായ മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരിച്ചറിയാൻ വൈകിയത് മൂലം മരണത്തിന് കീഴടങ്ങിയത്. ഗുരുതര രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോട്ടയം പാക്കൽ വാളംപറമ്പിൽ ഷാജിമോന്റെ ഭാര്യ സിന്ധുവാണ് രോഗം തിരിച്ചറിയാൻ വൈകിയത് മൂലം മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയത്തെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ നടപടികളിലുണ്ടായ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സിന്ധുവിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകി. കടുത്ത തലവേദന, ഛർദി, പനി, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളോടെ സിന്ധു ജനുവരി മാസത്തിൽ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു വെന്ന് പരാതിയിൽ പറയുന്നു. പലതവണ ആശുപത്രിയിലെത്തിയിട്ടും രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സിന്ധുവിന്റെ മകൻ ആനന്ദ് ഷാജി പറഞ്ഞു. തലവേദനയുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. സിസ്റ്ററിനോട് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഇഞ്ചക്ഷൻ ഇല്ലെന്ന് പറയുകയും ചെയ്തെടുത്തെന്ന് പറഞ്ഞു. അപ്പം മെയിൻ ഡോക്ടർ ഞങ്ങൾ പറയുന്നത് എൻ്റെ അമ്മയുടെ അസുഖം എന്താണെന്ന് അറിയാമല്ലോ, അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്താലേ അത് മാറത്തുള്ളൂ, അങ്ങനെ എടുക്കാതെ ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിസ്റ്റർമാരെ ഇവിടെ ഉള്ളത്, അങ്ങനെ എടുക്കാതിരിക്കുന്ന ആവശ്യമൊന്നും അവർക്കില്ല, എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അവർ തന്നെ റെഫർ ചെയ്താൽ ന്യൂറോനെ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ അവരും പറഞ്ഞു. അപ്പം
ഡോക്ടർ നേഴ്സും തിരക്കിയിട്ട് അവിടുത്തെ ന്യൂറോ ഡോക്ടർ വന്നെന്ന് രജിസ്റ്ററിലുണ്ട്, പക്ഷേ ഞങ്ങളെ വന്ന് കാണുന്നുമില്ല, ഒ പിയിൽ ഇരിക്കുന്നുമില്ലെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ തീരെ മോശമായപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് എഴുതുന്ന ആംബുലൻസിന് വിളിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വിടുമായിരുന്നു. മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കിനും അവിടുന്ന് അവിടെ പിന്നെ കൂടുതൽ പരിശോധിച്ച് ഒന്നുകൂടെ നട്ടിലെ കുത്തി പരിശോധിച്ച് പിന്നെയും ICUയുടെ ഒരു ദിവസം കയറ്റി. അത് കഴിഞ്ഞ് 24-ാം തീയതി ICU ഇറക്കി. ഒരു ദിവസം ICU കിടത്തിയുള്ളൂ. അമ്മയ്ക്ക് ICU കിടക്കാനുള്ള രോഗമില്ലെന്ന് പറഞ്ഞ് ICU ഇറക്കി. അത് കഴിഞ്ഞ് അന്നായിട്ട് അമ്മയ്ക്ക് കുഴഞ്ഞ് വീഴുകയും ബോധം പോകുന്ന അവസ്ഥയൊക്കെ വന്നിട്ടും ഡോക്ടറൊന്നും ഒന്ന് കാണാൻ കൂട്ടാക്കാതെ ഡോക്ടർ പറയുന്നത് ICU ഒഴിവില്ല, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കാര്യത്താസി വിളിച്ച് ചോദിച്ചാൽ അവിടെ ICU ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയതായിരുന്നു. പിന്നെ അവിടെ വെച്ചാണ് നമ്മുടെ രോഗം സ്ഥിരീകരിക്കുകയോ മുന്നോട്ടുള്ള ചികിത്സയെല്ലാം നടത്തുകയോ ചെയ്തത്. ജനുവരി 17-നാണ് ആദ്യമായി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് ജനുവരി 20, 24, 28 തീയതികളിലും വീണ്ടും ആശുപത്രിയിലെത്തിയെങ്കിലും വിശദമായ പരിശോധനകൾ നടത്തുകയോ രോഗിയെ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജനുവരി 29-ന് സിന്ധുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിരവധി പരിശോധനകൾ നടത്തിയെങ്കിലും വ്യക്തമായ രോഗനിർണയം ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാർഷിക രംഗത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യയുമായി കുടുംബശ്രീ ഡ്രോൺ ദീദിമാർ. ഡ്രോൺ ദീദി അംഗങ്ങൾക്കായി MG സർവകലാശാല ക്യാമ്പസിൽ ശില്പശാല നടത്തി. കുടുംബശ്രീ ഡ്രോൺ ദീദി അംഗങ്ങൾക്കായി നടത്തിയ സംസ്ഥാനതല പരിശീലന ശില്പശാല വീട്ടമ്മമാർക്ക് വേറിട്ട അനുഭവമായി. കുടുംബശ്രീ മിഷനും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സയൻസസും സംയുക്തമായാണ് MG സർവകലാശാല ക്യാമ്പസിൽ ശില്പശാല സംഘടിപ്പിച്ചത്. ഡ്രോൺ പറത്തുന്നതിനുള്ള പ്രായോഗിക പരിശീലനവും ഫീൽഡ് സെഷനുമാണ് നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഡ്രോൺ ദീദി അംഗങ്ങൾ പരിശീലനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഡ്രോൺ പൈലറ്റുമാരെ ചേർത്ത് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കുമെന്ന് കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ അനൂപ് ചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ ഡ്രോൺ പൈലറ്റ്സിനെയും ഈ ഡ്രോൺ ദീദിമാരെ ചേർത്തുകൊണ്ട് നമ്മളൊരു പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കും. ആ പ്രൊഡ്യൂസർ കമ്പനിയിലൂടെ ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ലക്ഷ്യമിടും. കാർഷിക രംഗത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രായോഗിക ഉപയോഗം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡ്രോണുകളുടെ പ്രവർത്തന രീതികൾ, മെയിന്റനൻസ്, റിപ്പയറിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അവസരങ്ങളുടെ വാതിൽ തുറന്ന് വിജ്ഞാന കേരളം മെഗാ തൊഴിൽ മേള. MG സർവകലാശാല, KDISC, കുടുംബശ്രീ മിഷൻ, കില എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കോട്ടയത്ത് തൊഴിൽ മേള നടത്തിയത്. 99 തൊഴിൽദാതാക്കൾ പങ്കെടുത്തു. MG സർവകലാശാല ക്യാമ്പസിൽ നടന്ന വിജ്ഞാന കേരളം മെഗാ തൊഴിൽ മേളയിൽ നടന്നത് 1000-ലധികം അഭിമുഖങ്ങൾ. 99 തൊഴിൽദാതാക്കളാണ് പങ്കെടുത്തത്. ഇതിൽ 43 തൊഴിൽദാതാക്കൾ നേരിട്ടും 56 പേർ വെർച്വലായുമാണ് അഭിമുഖം നടത്തിയത്. ഉദ്യോഗാർത്ഥികൾക്ക് 4 കമ്പനികൾ വരെ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല, KDISC, കുടുംബശ്രീ മിഷൻ, കില എന്നിവരുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തൊഴിൽമേള സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ രാജ്യത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് യുവതീ-യുവാക്കളെ തൊഴിൽ തേടാൻ പ്രാപ്തരാക്കിയത് അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ധനകാര്യ സാമ്പത്തിക വിദഗ്ധൻ എന്ന രൂപത്തിൽ ശാസ്ത്ര മേഖലയിൽ എല്ലാം നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഏറ്റവും ഭംഗിയായി അദ്ദേഹം പ്രയോജനപ്പെടുത്തി. ഈ രംഗത്തും ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി അൺഎംപ്ലോയ്മെന്റുകൾക്ക് എംപ്ലോയ്മെന്റ് നേടിക്കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിജ്ഞാന കേരളം പദ്ധതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നിവിടെ നിരവധി കമ്പനികൾ ഇതിനോടകം തന്നെ വന്ന് ഇന്റർവ്യൂകൾ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തുടർന്നും ആ പ്രക്രിയ നടക്കും. ഒപ്പം പരിശീലനം ആവശ്യമുള്ള ആളുകൾക്ക് ആ പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെ ആ പ്രക്രിയയിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ തേടിയെത്തുന്നവർക്ക് അത് ചൂണ്ടിക്കാണിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ക്യാമ്പയിനിൽ ഉണ്ടാവും. കേരളത്തിൽ പഠിക്കുന്ന മുഴുവൻ പേർക്കും ജോലി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സക്കറിയ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയിലെയും അഫിലിയേറ്റ് സ്ഥാപനങ്ങളിലെയും അവസാന വർഷ വിദ്യാർത്ഥികൾ, പഠനം പൂർത്തിയാക്കിയവർ, പോളിടെക്നിക്, ITI വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജോബ് സ്റ്റേഷനുകൾ, തൊഴിൽ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തവർ, കുടുംബശ്രീ വനിതകൾ എന്നിവരാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഗുരുധർമ്മ പ്രചരണ സഭ SNDP യോഗത്തിന്റെ സമാന്തര സംഘടനയല്ലെന്ന് സ്വാമി സച്ചിദാനന്ദ. ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ശിവഗിരി മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുധർമ്മ പ്രചാരണ സഭ SNDP യോഗത്തിന്റെ സമാന്തര സംഘടനയല്ലെന്ന് ശിവഗിരി മഠാധിപതി ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ഗുരുദേവനെ പരമഗുരുവായും പരമദൈവമായും കാണേണ്ടതുപോലെ കണ്ട് ആരാധന ചെയ്യാൻ സാധിക്കാതെ പോയതാണ് SNDP യോഗത്തിന് എതിരെന്ന് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ചുപോയ ഏറ്റവും വലിയ അപരാധമെന്നും സ്വാമിജി പറഞ്ഞു. ചെത്തിമറ്റം കരുണ ആയുർവേദ ആശുപത്രി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സഭ ചീഫ് കോർഡിനേറ്റർ സത്യൻ ബന്ധത്തല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സച്ചിദാനന്ദ സ്വാമിക്ക് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം ഭാരവാഹികൾ നൽകി. മികച്ച പ്രവർത്തകനുള്ള അവാർഡ് ഷിബു മൂലയിടം, കരൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സജിനി ഷൈൻ എന്നിവർക്ക് സഭയുടെ ഉപഹാരം സ്വാമി സച്ചിദാനന്ദൻ നൽകി. യുവജന സഭ സംസ്ഥാന ചെയർമാൻ രാജേഷ് സഹദേവൻ, ജില്ലാ സെക്രട്ടറി CM വിജയൻ, മാതൃസഭ പാലാ മണ്ഡലം പ്രസിഡന്റ് അമ്മിണി ഹരിഹരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. വിധിയുടെ വിളയാട്ടത്തിൽ തളരാതെ തന്റേതായ ലോകത്ത് മുന്നേറുകയാണ് പാമ്പാടി സ്വദേശി മിജേഷ് മാർക്കോസ്. ഇദ്ദേഹത്തിന്റെ ഇരുകാലുകൾക്കും സ്വാധീനമില്ല. ക്യാൻവാസിൽ മറ്റൊരു ലോകം തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ് മിജേഷ്. ചിത്രകലയുടെ ലോകത്ത് തന്റേതായ ലോകം കെട്ടിപ്പടുക്കുകയാണ് പാമ്പാടി ഇലക്കൊടിഞ്ഞി മലയമറ്റത്തിൽ മിജേഷ് മാർക്കോസ്. ജനിച്ച നാൾ മുതൽ ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട മിജേഷിന് നട്ടലിലുണ്ടായ മുഴയാണ് ജീവിതത്തിലെ വില്ലനായത്. സ്കൂൾ ജീവിതം വീട്ടിൽ തന്നെ. 2 ടീച്ചർമാരും സഹോദരിയും ചേർന്ന് സ്കൂൾ വിദ്യാഭ്യാസം പകർന്നു നൽകി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ വരയ്ക്കുമായിരുന്നു. 7ാമത്തെ വയസ്സിലാണ് VN വാസവൻ ആദ്യമായി തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന ഭാഗമായ ബോർഡുകളും ബാനറുകളും എല്ലാം തയ്യാറാക്കിയിരുന്നത് മിജേഷിന്റെ വീട്ടിലായിരുന്നു. പാമ്പാടി ബാലൻ എന്ന ചിത്രകാരന്റെ നേതൃത്വത്തിൽ ബോർഡുകളും ബാനറുകളും എഴുതിയിരുന്നത്. ബാലൻ ചേട്ടന്റെ ചിത്രങ്ങളും എഴുത്തുകളും നോക്കി നിന്ന പേരക്കുട്ടിയെ വല്യമ്മ ശ്രദ്ധിച്ചു. വല്യമ്മയാണ് അദ്ദേഹത്തോട് ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാമോ എന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ചിത്രരചനയുടെ ലോകത്തേക്ക് ഹരിശ്രീ കുറിച്ചു. പുള്ളി എഴുതുന്നതും ചിഹ്നം വരയ്ക്കുന്നതും അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റി. ആ സമയത്ത് എൻ്റെ മമ്മിയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആലപ്പുഴ സ്വദേശിയാണ്. അപ്പം ആ മമ്മിയുടെ അമ്മ അദ്ദേഹത്തിനോട്, പാമ്പാടി ബാലൻചേട്ടനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ശാരീരിക ബലഹീനതകളൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത നിലയിലൊന്നും എത്താൻ പറ്റിയില്ലായിരിക്കും. അപ്പം ഒരു കലാപരമായ ഒരു കഴിവ് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. ബാലൻചേട്ടനെപ്പോൾ ഒരു കലാകാരൻ, അവന് ഒരു അനുഗ്രഹം കൊടുത്ത് പിന്നെ അവനെ ചിത്രരചനയ്ക്ക് ഒരു ഹരിശ്രീ കുറിപ്പിക്കണം എന്ന് ഒരു റിക്വസ്റ്റ് ഒന്ന് അഭ്യർത്ഥിച്ചു പുള്ളിയോട്. അപ്പോൾ പുള്ളിക്ക് ഞാൻ ദക്ഷിണ കൊടുത്ത് പുള്ളി എന്നെ കൊണ്ട് കൈപിടിച്ച് വരപ്പിച്ച് ആണ് ശരിക്കും പറഞ്ഞ ഒരു ഗുരുനാഥൻ എന്ന് പറയാവുന്നത് അദ്ദേഹമാണ്. അല്ലാതെ ഞാൻ ശാസ്ത്രീയമായിട്ട് ചിത്രരചനയൊന്നും പഠിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ മോപ്പസാങ് വാലത്ത് എന്ന ചിത്രകാരനെ പരിചയപ്പെട്ടു. പിന്നീടുള്ള ചിത്രരചന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് മിജേഷിന് തീരാ നഷ്ടം തന്നെ. മോപ്പസാങ് വാലത്തിന്റെ സ്മരണാർത്ഥം ലളിതകലാ പരിഷത്ത് സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിലും മിജേഷ് പങ്കാളിയായി. 200-ലധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മദർ തെരേസ അടക്കം 20ഓളം പ്രമുഖ വ്യക്തിത്വങ്ങളെ വരയ്ക്കുകയും അവരുടെ കയ്യൊപ്പുകൾ പതിച്ച ചിത്രങ്ങൾ മിജേഷിന്റെ ശേഖരത്തിൽ ഉണ്ട്. ചിത്രരചനയോടൊപ്പം തന്നെ പരന്ന വായനയും ഒരു ശീലമാണ്. 100-ലധികം പുസ്തകങ്ങൾ സ്വന്തമായുണ്ട്. സുഹൃത്തുക്കളും നാട്ടുകാരും നല്ല ബന്ധത്താൽ ചിത്രരചനയ്ക്ക് ആവശ്യമായ സാധനങ്ങളും വായിക്കാനുള്ള പുസ്തകങ്ങളും നൽകാറുണ്ടെന്ന് മിജേഷ് പറയുന്നു. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് വരുന്ന ആശയം നിറങ്ങൾ ചാലിച്ച് ക്യാൻവാസിലേക്ക് പകർത്തണമെന്നാണ് മിജേഷിന്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. സീറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണ പാലാ രൂപതാതല സമ്മേളനങ്ങൾക്ക് അരുവിത്തുറയിൽ തുടക്കമായി. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. സീറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണ പാലാ രൂപതാതല സമ്മേളനങ്ങൾക്ക് അരുവിത്തുറയിൽ തുടക്കമായി. സമുദായത്തിന്റെ നിലനിൽപ്പിന് ഐക്യം അനിവാര്യമാണെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. അരുവിത്തുറ പള്ളിയങ്കണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത സമുദായ ശാക്തീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. അരുവിത്തുറ ഫെറോണ പള്ളി വികാരി ഫാദർ മാത്യുചന്ദ്രൻ കുന്താൽ അധ്യക്ഷത വഹിച്ചു. പാലാ രൂപത പ്രോട്ടോസെന്റ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, പിതൃവേദി പാലാ രൂപത പ്രസിഡന്റ് ജോസ് തോമസ് മുത്തനാട്ട്, കോർഡിനേറ്റർ ഫാദർ സെറിൽ തോമസ് തയ്യിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃവേദി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി CG ലൂക്സൺ സമുദായ പ്രതിജ്ഞ ചൊല്ലി. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നം തോണിപ്പാറയിൽ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ചെന്നാക്കുന്ന് സ്വദേശിനി അനുഷയെ കൊലപ്പെടുത്തി ഭർത്താവ് സാജൻ ആത്മഹത്യ ചെയ്തതായി സൂചന. വിശ്വസിക്കാൻ കഴിയാതെ നാട്. മദ്യനയത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ലഹരി ആഴത്തിലുള്ള ആത്മീയ പ്രതിസന്ധിയാണെന്നും ബിഷപ്പ്. കോട്ടയത്ത് സർക്കാർ ആശുപത്രികളിൽ ഗുരുതര അനാസ്ഥ. മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോട്ടയം സ്വദേശിനി മരിച്ചു. ചികിത്സ തേടിയത് ജില്ലാ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും. കൃത്യമായി രോഗനിർണയം നടത്തിയില്ലെന്ന പരാതിയുമായി കുടുംബം. ഡ്രോൺ പറത്തി കുടുംബശ്രീ ഡ്രോൺ ദീദിമാർ. വേറിട്ട അനുഭവമായി കോട്ടയത്ത് നടന്ന ശില്പശാല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.